കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ സാക്ഷിയാണ്. അവള് ഒരുപാട് നാളായിട്ട് ഏകദേശം 5 വർഷത്തോളായിട്ട് പുറത്ത് അബ്രോഡ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. വന്ന അന്ന് തന്നെ അവളുടെ അമ്മ ഇവൾക്കൊരു കിടിലൻ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെക്കന്മാരെയൊക്കെ വിളിച്ചു നിർത്തിയിട്ട് അതിലേത് പയ്യനാണോ ഇവൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ പയ്യനെ സെലക്ട് ചെയ്ത് പ്രണയിക്കാനായിട്ട് അവർ ഇവളോട് പറയുന്നു. പക്ഷെ അവളാണെങ്കിൽ താനിപ്പോ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളമ്മേ, ഇനിയൊരു ജോലിക്ക് കയറണം, അതൊക്കെ കഴിഞ്ഞു മതി കല്യാണം എന്ന് പറയുന്നു. അപ്പൊ അവളുടെ അമ്മയാണെങ്കിൽ അതിന് നിന്നോട് ആരാ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറഞ്ഞത്, നീ ഇത്രയും നാള് പുറത്തായിരുന്നു, എന്റെ അറിവില് നിനക്ക് ഒരു ബോയ് ഫ്രണ്ടും ഇല്ല, നീ എന്നും ഇങ്ങനെ സിംഗിൾ ആയിട്ട് നിൽക്കാനാണോ നിന്റെ പ്ലാൻ, അതുകൊണ്ട് ഇതിൽ നിനക്ക് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പം ലൈഫ് എൻജോയ് ചെയ്യും, അല്ലാതെ ഇങ്ങനെ കിളവിമാരെ പോലെ സംസാരിക്കാതിരിക്കെ എന്തൊക്കെ അവളുടെ അമ്മ ഇവളോട് പറയുന്നു. പക്ഷെ ഇവൾ അങ്ങോട്ട് അടുക്കുന്നേ ഇല്ലെന്ന് മനസ്സിലാക്കി അവളുടെ അമ്മ തന്നെ അവസാനം ഓരോ ചെറുക്കന്മാരെയും ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സോഫ്റ്റ് ആയിട്ടുള്ളത് വേണോ അതോ നല്ല ജിമ്മനെ വേണോ, എല്ലാത്തരം ചെക്കന്മാരും ഇവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇവൾക്കാണെങ്കിൽ അവരെയൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവാണ്. അവസാനം ഇവള് ഇതിൽ അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അമ്മ തന്നെ വന്നിട്ടുള്ള പയ്യന്മാരോട് നിങ്ങൾ തന്നെ എന്റെ മക്കളെ ഇംപ്രസ് ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ ആ പയ്യന്മാരും ഇവളുടെ അടുക്കലേക്ക് വന്ന് ഷേക്കാൻ എടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് വരുന്നു. എന്റെ അടുക്കലേക്കൊന്നും വരരുത് എന്തൊക്കെ അവള് പറയുന്നുണ്ടെങ്കിലും അവരപ്പോ തന്നെ ഇവളെ വന്ന് തൊടുന്നു. പെട്ടെന്ന് തന്നെ ഇവള് അനക്കമില്ലാതെ, അതായത് ചത്തുകുത്തിയ പോലെ ആവുന്നു. അത് കണ്ട് പേടിച്ച് വന്നവന്മാരെല്ലാം വന്ന വഴിക്ക് തന്നെ ഇറങ്ങി ഓടുന്നു. സത്യത്തില് ഇതാണ് ഇവളുടെ കുഴപ്പം. ഏതെങ്കിലും ബോയ്സ് ഇവളെ തൊട്ട് കഴിഞ്ഞാല് അപ്പൊ അവള് സ്റ്റക്കായി പോവും. അതുകൊണ്ട് തന്നെ ഒരു പറയത്തക്ക രീതിയിലുള്ള പ്രണയമൊന്നും ഇവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവളുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് ഇവൾ അബ്രോഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവന്റെ ബർത്ത്ഡേ അന്ന് ഇവൾ അവനിക്ക് ഒരു സർപ്രൈസ് കേക്ക് കേട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പക്ഷെ അവനാണെങ്കിൽ ഇവളുടെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ 3 വർഷമായി പ്രണയിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇതുവരെ നീ എന്നെ നിന്റെ ദേഹത്ത് തൊടാൻ പോലും ഒന്നും സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് മതി ഇതൊക്കെ, ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യുക, നിന്റെ കൂടെയുള്ള ജീവിതമൊക്കെ എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ് അവനൊരു ബോംബ് തന്നെ പൊട്ടിക്കുന്നു. അത് കേട്ട് ഇവൾ ആകെ തകർന്നു പോകുന്നു. ഇവൾക്ക് ഇങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അവളുടെ ദേഹത്ത് അവനെ തൊടാനൊന്നും സമ്മതിക്കാത്തത്. പക്ഷെ അവൻ അതൊന്നും മനസ്സിലാക്കാതെ ഇവളെ ഉപേക്ഷിച്ചു പോകുന്നു. അതിനുശേഷം അവൻ ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. അതിലാണെങ്കിൽ ഇവളുടെ ആ ബോയ് ഫ്രണ്ടും ഇവളുടെ കസിനും റിലേഷൻഷിപ്പിൽ ആയതുപോലെ ഒരുമിച്ചുള്ള ഫോട്ടോകളാണ്. അതും കൂടി കാണുമ്പോൾ ഇവള് മൊത്തത്തില് തകരുന്നു. അങ്ങനെ ഇവള് പരിസരബോധം മറന്ന് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരു പയ്യനെ അറിയാതെ തട്ടുന്നു. ഒരു പയ്യനെ അവള് തൊട്ടത് കൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ ബോധം കെട്ട് വീഴുന്നു. അതെല്ലാം ഓർത്തിപ്പോ ഇവള് അതേ അവസ്ഥയിൽ തന്നെ സ്റ്റക്കായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഒരാളെ പ്രേമിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ, ഡോക്ടർ വരെ ഈ അസുഖം ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണെന്നാ പറഞ്ഞത്, പ്രത്യേകിച്ചൊന്നും അവരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇവൾ ഇങ്ങനെ മനസ്സിൽ പറയുന്നു. അപ്പൊ ഇവളുടെ അമ്മ ഇവളോട് എന്താടി എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവളുടെ കണിയിലൊക്കെ തുടച്ചു കളഞ്ഞിട്ട് എന്താ അമ്മ പേടിച്ചു പോയോ, ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലേ, ഓൾറെഡി എനിക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്, അവനൊരു ഹാൻസം ആണ്, അതേപോലെ പണക്കാരനുമാണ്, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എന്നെ കാണാനായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ ഇവള് അവരോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവര് ഭയങ്കര ഹാപ്പി ആവുന്നു. ഇത് നിനക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോടെ, എങ്കിൽ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യായിരുന്നു എന്നൊക്കെ ചോദിച്ച് അമ്മ സ്നേഹത്തോടെ അവളോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് അവളുടെ അമ്മ അവളോട് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഫാമിലി മീറ്റിംഗ് അല്ലേ, എനിക്ക് നിന്റെ ചെറുക്കനെ കാണാൻ കൊതിയായിട്ട് മേല, നീ എന്തായാലും അന്ന് അവനോട് വരാൻ പറ, നമ്മുടെ ഫാമിലിക്കും അവനെ പരിചയപ്പെടുത്താം എന്നൊക്കെ പറയുന്നു. അവളും അത് തലയാടി സമ്മതിക്കുന്നു. അങ്ങനെ അവര് അവിടെ നിന്ന് പോയതിനു ശേഷം ഇവള് ഫോൺ എടുത്ത് അവള് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സാധനം എത്താറായോ എന്ന് ചെക്ക് ചെയ്യുന്നു. വേറൊന്നുമല്ല, ഒരു ചെറിയ റോബോട്ടിക് ബോയ് ഫ്രണ്ട്. ഇവള് പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചപ്പോ തന്നെ അങ്ങനെ ഒരു സാധനത്തിന് ഇവള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ആവും. സോ ആ ഒരു ധൈര്യത്തിലാണ് ഇതൊക്കെ അമ്മയെടുത്ത് വെച്ച് കാച്ചിയത്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനെയാണ്. അവനെ ഇപ്പോ അവന്റെ മുത്തശ്ശിയും ഗാർഡ്സും ഒക്കെ ചേർന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേര് ഷാവോ. മുത്തശ്ശിയാണെങ്കിൽ ഇവനോട് ഞാൻ പറഞ്ഞ പെണ്ണിനെ നീ ഒന്ന് പോയി കാണടാ, അവളെ നിനക്ക് ഇഷ്ടപ്പെടും, നീ ഇങ്ങനെ നടന്നാലോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷാവോ ആണെങ്കിൽ മുത്തശ്ശി ഞാനിപ്പോ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതായത് ഇവനിപ്പോ ഒരു റോബോട്ടിക് കമ്പനിയാണ് റൺ ചെയ്യുന്നത്, അത് കുറച്ചുകൂടി ഗ്രോത്തിലേക്ക് എത്തിക്കണം, അതുകൊണ്ട് എനിക്കിപ്പോ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, കല്യാണം കഴിച്ചാല് അതൊന്നും ശരിയാവില്ലെന്ന് ഇവൻ അവരോട് പറയുന്നു. പക്ഷെ മുത്തശ്ശി ആണെങ്കിൽ അതൊന്നും കേൾക്കുന്ന മട്ടേയില്ല. എന്ത് ചെയ്താലും വേണ്ടില്ല, നീ കല്യാണം കഴിക്കാൻ നിന്നെ വിടില്ലെന്ന് അവര് പറയുന്നു. പക്ഷെ അവൻ അതൊന്നും കേൾക്കാതെ നല്ലതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ മുത്തശ്ശി തളർന്നു പോകുന്നു. അവർക്ക് പിന്നെ ഓടാൻ വയ്യാത്തത് കൊണ്ട് അവരുടെ ബോഡി ഗാർഡ്സിനോട് ആരാണോ എന്റെ കൊച്ചുമോനെ ഇവിടെ കൊണ്ടുവരുന്നത് അവർക്ക് ഞാൻ 5 ലക്ഷം രൂപ തരുമെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ അവര് തമ്മിലായി മത്സരം. അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഷാവോ റോഡ് സൈഡിൽ കണ്ട ഒരു ബോക്സിൽ കയറി ഒളിക്കുന്നു. സത്യത്തിൽ അത് റോബോട്ടിനെ പാക്ക് ചെയ്യുന്ന ബോക്സ് ആയിരുന്നു. ഇവൻ ആണെങ്കിൽ എങ്ങനെയോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനി ആരും കാണാതെ എവിടെ നിന്ന് തിരിച്ചിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ബോക്സ് ഡെലിവറി ചെയ്യാനായിട്ട് അവർ വണ്ടിയിലേക്ക് എടുത്തു കയറ്റുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഡെലിവറി ചെയ്യേണ്ട ആ ഒരു റോബോട്ട് വെളിയിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. ആ സ്ഥാനത്ത് ഇപ്പോൾ അത് നമ്മുടെ ഷാവോയാണ്. അതിനുശേഷം ആ ഒരു റോബോട്ടിനെ നമ്മുടെ സാക്ഷിക്ക് തന്നെ അവര് ഡെലിവറി ചെയ്യുന്നു. ഇവളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഇത്രയും നാള് കാത്തിരുന്ന് കിട്ടിയതാണല്ലോ. അങ്ങനെ അവള് അത് വലിച്ചെടുത്ത് അകത്തേക്ക് പോകുന്നു. പക്ഷെ ഷാവോ അതിനകത്ത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടപ്പോ ഇപ്പൊ ആരുടെയോ കൈ വന്ന് പെട്ടല്ലോ ദൈവമേ, ഇനി ഇവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ സാക്ഷി ഒരുവിധം ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അതിൽ നമ്മുടെ ഷാവോ കറക്റ്റ് ഒരു റോബോട്ടിനെ പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അവളാണെങ്കിൽ അത് കണ്ട്
ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്തതിനേക്കാൾ ഗംഭീരമായിട്ടുണ്ടല്ലോ, ടെക്നോളജി ഒക്കെ ഇത്രയും ഡെവലപ്പ് ആയോ, എന്തായാലും സംഭവം കലക്കി എന്നൊക്കെ പറഞ്ഞ് ഇവള് റോബോട്ടിനെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്തൊക്കെ ചെക്ക് ചെയ്യുന്നു. ഷാവോയാണെങ്കിൽ എന്റെ ദൈവമേ ഈ പെണ്ണ് ഇനിയിപ്പോ എന്താണ് കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനങ്ങാൻ പറ്റില്ലല്ലോ, റോബോട്ട് അല്ലേ. അപ്പൊ ഇവളാണെങ്കിൽ അതിനകത്തൊന്നും കാണാത്തതുകൊണ്ട് ഇവന്റെ ദേഹത്ത് ഇനി ഓൺ ചെയ്യാനായിട്ട് വല്ല ബട്ടൺ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അവളങ്ങനെ അവന്റെ ദേഹത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവനിക്ക് ആകെപ്പാടെ എന്തൊക്കെയോ പോലെ ഫീൽ ആവുന്നു. പക്ഷെ അവനിക്കൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ആകെ പെട്ടു നിൽക്കാണ്. എങ്കിലും ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് അവൻ തന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. ഞാനാണ് റോബോട്ട് 370, ഞാൻ ആക്റ്റീവ് ആയിരിക്കുകയാണ് എന്നൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഇവളും ഓ ആക്റ്റീവ് ആയോ, എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ലവ് മോഡിലേക്ക് ചേഞ്ച് ആവാനായിട്ട് പറയുന്നു. അപ്പൊ ഷാവോയും ശരി മാഡം ഞാൻ ലവ് മോഡിലേക്ക് ചേഞ്ച് ആയിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പൊ അവള് ഭയങ്കര എക്സൈറ്റ്മെന്റില് ഇവന്റെ കവളും ഫേസും ഒക്കെ പിടിച്ച് ടച്ച് ചെയ്ത് നോക്കുന്നു. അവനാണെങ്കിൽ ഈ പെണ്ണിന്റെ അടുത്ത് വന്ന് പെട്ടുപോയില്ല ദൈവമേ, ഇനി ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഞാൻ എന്താ കളിപ്പാട്ടോ എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ഇവനിക്കൊരു മാറ്റം തോന്നുന്നില്ലല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ ചെസ്റ്റിലൊക്കെ കൈ വെച്ച് നോക്കുന്നു. ഇവനിക്കാണെങ്കിൽ ആകെ ഇക്കിളിയായിട്ട് പെട്ടെന്ന് തന്നെ അവൻ അവളെ കയ്യിൽ കയറി പിടിക്കുന്നു. പക്ഷെ ഇവൻ അങ്ങനെ പിടിച്ചിട്ടും അവൾക്ക് പ്രത്യേകിച്ച് ബോധക്കേടോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം ഇവളുടെ മനസ്സിൽ ഫുള്ള് തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനല്ല റോബോട്ടാണ് എന്ന കാര്യമാണല്ലോ. അങ്ങനെ ഇവള് അവന്റെ കവിളിലൊക്കെ പിടിച്ചു നീ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഹഗ് ചെയ്യുന്നു. ഇവൾ എന്തൊക്കെയായി കാണിക്കുന്നത് എന്നും പറഞ്ഞാണ് ഇവൻ നിൽക്കുന്നത്. അതിനുശേഷം ഇവൾ അവനോട് നീ വന്ന് എന്റെ ഫേസിലാക്കി ക്രീം ഇട്ട് തരാനായിട്ട് ആജ്ഞാപിക്കുന്നു. റോബോട്ടാണല്ലോ, ജസ്റ്റ് ലൈക്ക് എ അടിമ. അത് കേട്ട് അവനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരുന്നു. എന്ത് ഞാൻ ഈ കൊച്ചു പെണ്ണ് പറഞ്ഞതൊക്കെ അനുസരിക്കണം, ഇവിടെ അങ്ങനെ ചാടിപ്പോയ മുത്തശ്ശിയുടെ കയ്യിൽ പെട്ട് തന്നെ. എങ്കിലും റോബോട്ടായി പോയില്ലേ, ഞാനത് ചെയ്തില്ലെങ്കിൽ ഇവള് ഞാൻ റോബോട്ട് അല്ലെന്ന് വിചാരിച്ചാലോ എന്ന് കരുതി അവൻ അവൾക്ക് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നീ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് അവള് തന്നെ അവന്റെ കൈ പിടിച്ച് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നിന്നെ കാണാൻ ഒരു റോബോട്ട് പോലെ ഒന്നുമില്ല, എങ്കിലും നീ എന്നെ മാസ്റ്റർ എന്ന് വേണം വിളിക്കാൻ എന്നൊക്കെ അവള് അവനോട് പറയുന്നു. ഓ അതിന്റെ കൂടെ കുറവേ ഉള്ളൂ എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓക്കെ മാസ്റ്റർ എന്ന് വിളിക്കുന്നു. അതിനുശേഷം ഇവള് ഓരോന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടന്ന് ഉറങ്ങി പോകുന്നു. അപ്പൊ ഇവളെ ഉറക്കത്തില് എന്തൊക്കെയോ കിടന്ന് സംസാരിക്കുന്നത് കേട്ട് ഷാവോ ഈ പെണ്ണിന് ഉറക്കത്തിൽ വരെ നാക്ക് ചുമ്മാതിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ അവളുടെ കവിളിലെ തൊട്ട് എന്ത് ക്യൂട്ടായി കൊച്ച് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു. എന്തോ ഇവനിക്ക് ഇവളെ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവളുടെ ആ ഒരു ഫാമിലി ഫംഗ്ഷനില് ഷാവോയും കൂട്ടി അവളെ വന്നേക്കാണ്. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നിന്നേക്കണം എന്നൊക്കെ പറഞ്ഞാണ് അവൾ അവനെ കൊണ്ടുവരുന്നത്. അപ്പൊ പെട്ടെന്നാണ് ഇവള് താൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്ന കാര്യം ഓർക്കുന്നത്. ഓ ഇനി അത് മതി എല്ലാവർക്കും കൂടി എണ്ണീട്ട് വരാൻ എന്ന് പറഞ്ഞ് അവൾ അവളുടെ കാർഡ് ഷാവോയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്തെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് പോയി വാങ്ങിക്കൊണ്ടുവരാനായി പറയുന്നു. പക്ഷെ അവനാണെങ്കിൽ നല്ല കോടീശ്വരൻ ആയതുകൊണ്ട് തന്നെ ആ പൈസയൊന്നും എടുക്കാതെ അവൻ അവന്റെ പൈസയ്ക്ക് തന്നെ ഗിഫ്റ്റ് ഒക്കെ ഓർഡർ ചെയ്യുന്നു. അപ്പൊ ഈ ഫാമിലി ഫംഗ്ഷനിൽ നമ്മൾ നേരത്തെ ഫ്ലാഷ് ബാക്കിൽ കണ്ട ഇവളുടെ കസിനും അതേപോലെ തന്നെ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടും ഉണ്ട്. അവരാണെങ്കിൽ ഈ വർഷം തന്നെ മാരേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സാഷി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അവൾക്കാണെങ്കിൽ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊന്നും കാണാത്ത പോലെ അവൾ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു. അപ്പൊ സാഷിയുടെ അമ്മ അവളോട് എവിടെയാണ് നിന്റെ ചെറുക്കൻ, അവൻ വന്നില്ലേ എന്നൊക്കെ തിരക്കുന്നു. പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ടമ്മേ, ഗിഫ്റ്റ് വാങ്ങാൻ പോയേക്കാം, ഇപ്പൊ എത്തുമെന്ന് ഇവള് അവരോട് മറുപടി പറയുന്നു. അപ്പൊ ഇവളുടെ കസിനും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി ഇവളെ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങുന്നു. ഇവൾ എത്രയും നാള് അബ്രോഡ് പോയി പഠിച്ചിട്ട് ഒരു ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തില്ല എന്നാ ഞങ്ങള് കിട്ടത്, വെറുതെ പൈസ കൊണ്ട് കളഞ്ഞല്ലേ എന്നൊക്കെ ഇവളോട് ചോദിക്കുന്നു. അപ്പൊ അത് കേട്ട് സാക്ഷിക്ക് നല്ല ദേഷ്യം വന്ന് ഞാൻ ഡിഗ്രി വാങ്ങിയില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാവരുടെ ഫോണിലേക്കും അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്നു. അവളാണെങ്കിൽ അവിടെയുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ച് നല്ല റാങ്കോട് കൂടിയാണ് പാസ്സായിരിക്കുന്നത്. അത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഒന്ന് ഞെട്ടുന്നു. അതെല്ലാം കാണുമ്പോൾ ഇവളുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നു. അതിനുശേഷം ഇവള് താൻ ഷെൻ ഗ്രൂപ്പിന്റെ ഓണറെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവരോടും പറയുന്നു. അത് കേൾക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഷോക്ക് ആവുന്നു. കാരണം ഷെൻ ഗ്രൂപ്പ് അവിടുത്തെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പാണ്. ഷെൻ ഗ്രൂപ്പിന്റെ ഓണർ ആണോ നിന്റെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ അവിടെയുള്ള ഗസ്റ്റ് വളരെ എക്സൈറ്റ്മെന്റിൽ ഇവളോട് ചോദിക്കുന്നു. അവളും അതെ എന്ന് പറയുന്നു. സത്യത്തിൽ ഇവള് അവരുടെ മുന്നിൽ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു പൊങ്കച്ചത്തിന് വേണ്ടി പറയുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവളുടെ കൂടെയുള്ള ഷാവോ തന്നെയാണ് ആ ഒരു ഷെൻ ഗ്രൂപ്പിന്റെ മൊത്തം അവകാശി. അപ്പൊ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഇവള് പറയുന്നതൊക്കെ കള്ളവാ, ഷെൻ ഗ്രൂപ്പിന്റെ സിഒ എങ്ങനെ ഇവളെ സ്നേഹിക്കുന്നേ, ഞാൻ ഇവളെ 3 വർഷം ഡേറ്റ് ചെയ്തിട്ടുള്ളതാ, അതുകൊണ്ട് ഇവളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം, ഇവളെ ഇതുവരെയും ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ അവൻ പറയുന്നു. അപ്പൊ അത് കേട്ട് ബാക്കിയുള്ള ഗസ്റ്റും ഇവള് പറയുന്നത് കള്ളമാണ് എന്ന കാര്യം ഉറപ്പിക്കുന്നു. പക്ഷെ സാഷിയുടെ അമ്മ അവൾക്ക് സപ്പോർട്ട് നിന്ന് സംസാരിക്കുന്നു. പക്ഷെ ഇവളാണെങ്കിൽ ഒരു ഗിഫ്റ്റ് പോലും കൊണ്ടുവരാണ്ട് കഴിക്കാനായിട്ട് കയ്യും വിഷി വന്നേക്കാ, ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടില്ലേ 1 ലക്ഷം രൂപയെങ്കിലും വില വരും എന്നൊക്കെ ഇവളെ കസൻ എടുത്തു പറഞ്ഞ് ഇവളെ ഇൻസൾട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും ഷാവോ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. വെറും കൈയോടെയല്ല, അവനും ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. അത് കണ്ട് അവിടെയുള്ളവർക്കൊക്കെ പിന്നീട് ഒന്നും സംസാരിക്കാനില്ലാതെ വാ അടച്ചു പോകുന്നു. അവർക്കൊക്കെ മനസ്സിലായി ഇവള് പറഞ്ഞത് സത്യം തന്നെയാണെന്ന്. ഒരു സാധാരണക്കാരന് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അവർക്ക് അറിയാലോ. അങ്ങനെ ഷാവോ നേരെ വന്ന് ഇവളുടെ അമ്മയുടെ അടുത്ത് ഞാനാണ് സാക്ഷിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുന്നു. എന്നിട്ട് അവൻ കൊണ്ടുവന്നിട്ടുള്ള
ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റ് എല്ലാം തന്നെ അവർക്ക് കൊടുക്കുന്നു. പക്ഷെ അതൊന്നും തീരെ പിടിക്കാതെ അവിടെ വന്നിട്ടുള്ള റിലേറ്റീവ്സ് എല്ലാം എഴുന്നേറ്റ് പോകുന്നു. ആ ഗിഫ്റ്റ് എല്ലാം അവർക്കും കൂടെ കിട്ടും എന്നായിരിക്കും അവര് വിചാരിച്ചത്. അതിനുശേഷം ഇവൾ അവനോട് തരക്കേടില്ലല്ലോ, നീ ആള് കൊള്ളാലോ, പക്ഷേ നീ ഇത്രയും ഡെവലപ്പ് ആയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്, നീ ശരിക്കും റോബോട്ട് തന്നെ ആണോ എന്ന് ഇവള് അവനോട് ചോദിക്കുന്നു. അപ്പൊ അത് കേട്ട് ഇവൻ ദൈവമേ പെട്ടോ, ചെയ്തതൊക്കെ ഓവറായോ, എന്തായാലും ചോദിച്ചതല്ലേ, റോബോട്ടെല്ലാം ഞങ്ങൾ സമ്മതിച്ചേക്കാം എന്ന് പറഞ്ഞ് അവൻ സത്യം പറയാൻ വരുമ്പോഴേക്കും എനിക്കറിയാം നീ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളല്ലേ എന്ന് ഇവൾ അവനോട് ചോദിക്കുന്നു. അപ്പൊ അവനും അതെ ഇതെല്ലാം ഫേക്ക് ആണ് എന്ന് പറയുന്നു. അപ്പൊ ഇവളാണെങ്കിൽ അവന്റെ മുഖത്ത് പിടിച്ചിട്ട് നിന്റെ കമ്പനിക്ക് ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പോവാ, നീ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമാണ് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഇവള് അവനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഇവരകത്തോട്ട് കേറാൻ തുടങ്ങുമ്പോ തന്നെ അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നു. അപ്പൊ അത് കണ്ട് പെട്ടെന്ന് ഇവൻ അവളോട് ഞാനിപ്പോ പവർ ഷോട്ട് ആവാൻ പോകും, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് പെട്ടെന്ന് അകത്തോട്ട് കയറാൻ പറഞ്ഞ് ഇവൻ അവളെ അകത്തിട്ട് കഥവടയ്ക്കുന്നു. കാരണം ആ കാറിൽ വന്നേക്കുന്നത് ഇവന്റെ മുത്തശ്ശിയാണ്. ഷാവോയുടെയുള്ള കാര്യം എങ്ങനെയോ മുത്തശ്ശി അറിഞ്ഞിരിക്കുന്നു. അവര് നേരെ വന്ന് ഇവന് ചെവി പിടിച്ച് കിഴുകിയിട്ട് ഞാൻ പറഞ്ഞ പെണ്ണിനെ തന്നെ നീ കെട്ടണം, അവളുടെ കൂടെ നീ നാളെ ഡേറ്റിന് പോകണം എന്നൊക്കെ പറഞ്ഞ് അവര് ദേഷ്യപ്പെടുന്നു. ഷാവോയാണെങ്കിൽ അത് പറ്റില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് അവൻ അവരുടെ കാല് പിടിക്കുന്നു. അപ്പൊ ഈ താഴെ നടക്കുന്ന ബഹളങ്ങളൊക്കെ കേട്ടുണ്ട് സാക്ഷി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഇവളെ കണ്ട് മുത്തശ്ശിക്ക് വളരെയധികം അവളെ ഇഷ്ടപ്പെടുന്നു. ഞാൻ കണ്ടുവച്ചതിനേക്കാൾ സുന്ദരിയാണല്ലോ ഈ പെണ്ണ്, അപ്പൊ ഈ പെണ്ണ് തന്നെ എന്റെ വീട്ടിലേക്ക് വന്നാ മതി എന്ന് അവളെ കാണുമ്പോഴേ അവർ ഉറപ്പിക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ അവരോട് എന്താ നിങ്ങളാരാ, ഈ റോബോട്ടുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇവർക്കാണെങ്കിൽ ഇവൻ എന്തോ കള്ളത്തരം പറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നതെന്ന കാര്യം മനസ്സിലാവുന്നു. അപ്പൊ ഇവൻ എല്ലാം പൊളിഞ്ഞു, ഇനി സത്യം പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി അത് പറയാനായിട്ട് വരുമ്പോഴേക്കും ഇവന്റെ മുത്തശ്ശി ഞാൻ ഷെൻ കമ്പനിയുടെ മറ്റൊരു റോബോട്ടാണ്, ഈ റോബോട്ടിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നു. താഷിയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അധികമൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാതെ കണ്ണടച്ച് അതേപോലെ വിശ്വസിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശി പറഞ്ഞതും അതുപോലെ വിശ്വസിച്ച് ഓ നിങ്ങളും റോബോട്ടാണോ, അകത്തോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അവരും അകത്തേക്ക് വന്ന് നീ എന്ത് ചെയ്യാ മോളെ എന്നൊക്കെ അവളോട് തിരക്കുന്നു. അപ്പൊ അവളാണെങ്കിൽ എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഞാനിപ്പോ സ്വന്തമായിട്ട് ഒരു ക്രീമൊക്കെ ഉണ്ടാക്കി അതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് വൈകാതെ തന്നെ എന്റെ പ്രോഡക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്യും എന്ന് പറയുന്നു. എന്നിട്ട് അവൾ ഉണ്ടാക്കിയ ചില ക്രീമൊക്കെ എടുത്ത് ആ മുത്തശ്ശിയുടെ മുഖത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവരാണെങ്കിൽ ആ ക്രീമിനെ കുറിച്ച് ഇത് വളരെ നന്നായിട്ടുണ്ടെന്ന് അവളോട് പറയുന്നു. എന്ത് നിങ്ങൾക്ക് എങ്ങനെയാ ഇതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളൊരു റോബോട്ടല്ലേ എന്ന് ഇവള് മുത്തശ്ശിയോട് ചോദിക്കുന്നു. അപ്പൊ ഉടനെ തന്നെ ഷാവോ എഴുന്നേറ്റ് അതെ ഞങ്ങൾ റോബോട്ടാണ്, പക്ഷെ ഞങ്ങൾക്ക് എല്ലാതരം ഫീലിംഗ്സും മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനും ഒക്കെ സാധിക്കും, അത് ഞങ്ങളുടെ കമ്പനിയുടെ കഴിവാണ്, മാത്രമല്ല എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചാലോ എന്ന് സാക്ഷിയോട് ചോദിച്ച് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവൾ അത് കേട്ട് ആകെ ഷോക്കാവുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് അതും പ്രതീക്ഷിക്കാത്ത ഒരാളാണല്ലോ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇവള് പെട്ടെന്ന് മറുപടിയൊന്നും പറയാൻ നിൽക്കാതെ ഞാൻ മറ്റൊരു ക്രീം എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ഓടുന്നു. അപ്പൊ ഇവൾ അകത്ത് വന്നിട്ട് എന്താ ഇവ പെട്ടെന്ന് റോബോട്ട് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, എനിക്കെന്താ അത് റോബോട്ട് പോലെ ഫീൽ ആവാത്തത് എന്നൊക്കെ ചിന്തിക്കുന്നു. അപ്പൊ ഇവിടെ മുത്തശ്ശി ഇവനോട് നീ ഇത്രയും നാളും കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്താ അവളെ ഇഷ്ടപ്പെട്ടോ, എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്താം, ന്യൂ ഇയറിലെ കല്യാണവും വെക്കാം എന്ന് പറയുന്നു. അപ്പൊ ഷാവോയാണെങ്കിൽ എന്റെ പൊന്നു മുത്തശ്ശി നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, ഞാൻ ഇപ്പോഴും ആ പെണ്ണിന് മുന്നിൽ ഒരു റോബോട്ടാ, ഇത്രയും നാളെ ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം മറച്ചു വെച്ച അവളോടൊപ്പം നിന്നത്, ഞാൻ റോബോട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്യോ, മാത്രമല്ല അവളെ ചതിച്ചതിന് അവൾ എന്നോട് ക്ഷമിക്കോ എന്നൊക്കെ ഷാവോ മുത്തശ്ശിയോട് ചോദിക്കുന്നു. അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ, അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്, അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അവര് പറയുന്നു. അങ്ങനെ അവള് ക്രീമൊക്കെ എടുത്ത് വെളിയിലേക്ക് വരുമ്പോ മുത്തശ്ശി അവളോട് നമുക്കൊരു വെഡിങ് ഫോട്ടോഷൂട്ടിന് പോകാമെന്ന് പറയുന്നു. വെഡിങ് ഫോട്ടോഷൂട്ടോ അതെന്തിനാണെന്ന് സാക്ഷി അവരോട് ചോദിക്കുന്നു. അത് നമ്മുടെ കമ്പനിയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കാണ്, നമ്മുടെ കമ്പനിയിൽ നിന്ന് വാങ്ങിയ റോബോട്ടുമായിട്ട് ആരാണോ വെഡിങ് ഫോട്ടോഷൂട്ട് നടത്തി ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നത് അതിൽ സെലക്ട് ആവുന്നവർക്ക് 10,000 യുവാൻ കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ ഇവളാണെങ്കിൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പൈസയുടെ ആവശ്യമുണ്ടല്ലോ, സോ അതുകൊണ്ട് തന്നെ മുത്തശ്ശിയെക്കാലം വെപ്രാളത്തിൽ അവരെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ഫോട്ടോഷൂട്ടിനായിട്ട് പോകുന്നു. അങ്ങനെ അവര് നേരെ ഷോപ്പിലെത്തി വെഡിങ് ഡ്രസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡ്രസ്സ് അവൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് അവൾ അതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നു. അവളുടെ ആ ഒരു ബ്യൂട്ടി കണ്ട് ഷാവുമായി നിൽക്കുമ്പോ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്ന് അങ്ങോട്ട് മാറി നിൽക്കട, ഇനി ഞാനൊന്ന് അവളെ കാണട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശി അവളോട് നീ ഈ ഡ്രസ്സിൽ വളരെ സുന്ദരിയായിട്ടുണ്ട് പോലെ, ഞാൻ നിന്റെ ഫോട്ടോ തന്നെ ആദ്യം എടുക്കാം എന്ന് പറഞ്ഞ് അവര് ഇവളുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നു. ഒന്നും രണ്ടും നല്ല ഗാലറി നിറയെ അവര് ഇവളുടെ ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം അവർക്ക് ഒരു കോൾ വരുന്നത് കൊണ്ട് തന്നെ എന്റെ കൊച്ചിനെ നോക്കിക്കൊടാ എന്ന് പറഞ്ഞ് അവളെ ഷാവോയെ ഏൽപ്പിച്ചിട്ട് അവർ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇവൾക്കാണെങ്കിൽ ആ ഡ്രസ്സ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അവൾ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ വെച്ച് ഇവളുടെ
കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കാണുന്നു. ഇവര് നേരത്തെ നല്ല കമ്പനി ആയിരുന്നു, നല്ല ഫ്രണ്ട്സും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ കാണുമ്പോഴേ കെട്ടിപ്പിടിച്ച് എത്ര നാളായിട്ട് കണ്ടിട്ട് എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഫ്രണ്ട് സാക്ഷിയോട്, നീ ഞാൻ തന്ന മാല ഇതുവരെ ഊരിയതേയില്ലേ? നീ തന്ന മാല ഒരുപാട് പഴകിയതോട് ഞാനത് ഊരി വെച്ചു. നീ മാല ഒന്ന് ഊരികെ, എനിക്ക് ഇതുപോലെ ഒരെണ്ണം ഇനി വാങ്ങണമെന്ന് പറയുമ്പോൾ സാക്ഷിയും അവളുടെ മാല ഊരി ഇവൾക്ക് കൊടുക്കുന്നു. അപ്പൊ ആ മാല കണ്ടിട്ട് ആ ഫ്രണ്ട്, എടി ഇതങ്ങ് ഒരുപാട് പഴവിയല്ലോ, നീ ഇത് വല്ല കുപ്പത്തൊട്ടിയിലും കൊണ്ടിട്, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും പൊതി തന്നു ഒരുപോലത്തെ വാങ്ങാമെന്ന് പറയുന്നു. അപ്പൊ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മുത്തശ്ശി കേൾക്കാൻ ഇടയാവുന്നു. ഇവള് എന്റെ മരുമകളെ അപമാനിക്കാറായോ എന്ന രീതിയിൽ അവള് സാക്ഷിയെ വേദനിപ്പിക്കാനായിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി തെറ്റിദ്ധരിക്കുന്നു. നിനക്ക് ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞ് അവര് ഷാവോയെ ഉടനെ ഫോൺ ചെയ്യുന്നു. എന്നിട്ട് നിന്റെ ഗേൾഫ്രണ്ടിനെ ഇവിടെ ഒരുത്തി ഇൻസൾട്ട് ചെയ്യുന്നു, നീ അവളെ ഒരു പാഠം പഠിപ്പിക്കണം, അതുകൊണ്ട് നീ ഈ ഷോപ്പ് അങ്ങ് വാങ്ങിയേക്കെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഷാവോയ്ക്ക് നല്ല ദേഷ്യം വന്ന് എങ്കിൽ പിന്നെ അവൾക്കിട്ട് ഒരു പണി എടുക്കണം എന്ന് തന്നെ തീരുമാനിക്കുന്നു. അതിനുശേഷം ഷാവോ അവന്റെ ബോഡി ഗാർഡ്സ് ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾ ഇത്രയും ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോവുകയാണെന്ന് അത് കണ്ട് സാക്ഷി അവനോട് ചോദിക്കുന്നു. അപ്പൊ അവൻ അവളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ സെയിൽസ് ഗേളായ സാക്ഷിയുടെ ഫ്രണ്ടിനോട് ഞാൻ ഈ ഷോപ്പ് വാങ്ങിയെന്നും പറഞ്ഞ് ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് കാണിക്കുന്നു. അപ്പൊ ആ ഫ്രണ്ട് പെണ്ണ്, ആഹാ കൊള്ളാലോ, നിങ്ങളത് വാങ്ങിയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ മുത്തശ്ശിയും, അതെ, ഇനി മുതൽ ഞങ്ങളുടെ ഇതാണ് ഈ ഷോപ്പ്, എന്റെ മരുമകളെ ആരും ഉപദ്രവിക്കുന്നതും ഇൻസൾട്ട് ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. സാക്ഷിക്കാണെങ്കിൽ ഇവരെന്താ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും ഒന്നും മനസ്സിലാവാതെ നിൽക്കാണ്. അപ്പൊ ഷാവോ ഇവളെ പിടിച്ചു നിർത്തിയിട്ട്, ആരാ നിന്നെ ഇൻസൾട്ട് ചെയ്തത്, നീ പറ, ഞാൻ ഇപ്പൊ തന്നെ അവരിവിടെ നിന്ന് ഫയർ ചെയ്യാം, ഇവളാണോ നിന്നെ ഇൻസൾട്ട് ചെയ്തത് എന്ന് ചോദിച്ച് ഇവൻ ആ ഫ്രണ്ടിന് നേരെ ചെയ്യാൻ വരുമ്പോഴേക്കും ആ ഫ്രണ്ട് സാക്ഷിയെ പിടിച്ച്, എടി നിന്റെ ബോയ് ഫ്രണ്ട് ഇത്രയ്ക്ക് റിച്ച് ആയിരുന്നു, എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവരിങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ട് ഷാവോയും മുത്തശ്ശിയും ആകെ കിളി പറക്കുന്നു. അപ്പോഴേക്കും സാക്ഷിയുടെ കയ്യിലിരുന്ന ഒരു ചെയിൻ താഴെ വീഴുന്നു. അത് കണ്ട് മുത്തശ്ശി, ഈ ചെയിൻ തറയിൽ വീണു, ആരുടേതാണെന്ന് ചോദിക്കുന്നു. അപ്പൊ സാക്ഷി അത് എടുത്തിട്ട്, ഇത് എന്റേതാ, ഇത് 5 വർഷം മുന്നേ ഇവളാ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്, ഇപ്പൊ ഇത് ഒരുപാട് പഴകി, അതുകൊണ്ട് ഞങ്ങൾ പുതിയത് വാങ്ങാൻ തീരുമാനിച്ചു എന്നും പറയുന്നു. അപ്പോഴാണ് മുത്തശ്ശിക്ക് ഇവര് സംസാരിച്ച കാര്യം താൻ തെറ്റിദ്ധരിച്ചതാണെന്ന് മനസ്സിലാവുന്നത്. ഓ, നിങ്ങൾ ഈ മാലയുടെ കാര്യമാണോ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നു. അവര് രണ്ടുപേരും അതെ എന്ന് പറഞ്ഞ് തലയാട്ടുന്നു. അപ്പോഴാണ് മുത്തശ്ശിക്കും ഷാവോയ്ക്കും പറ്റിയ അബദ്ധം എന്താണെന്ന് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ ഷാവോ, ഇവള് നല്ലതുപോലെ പെർഫോം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇവൾക്ക് മാനേജറായിട്ട് പ്രൊമോഷൻ കൊടുക്കുകയാണെന്ന് പറയുന്നു. ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അപ്പോ സാക്ഷി ചിന്തിക്കുന്നു. റോബോട്ടാണല്ലോ. അപ്പോഴത്തേക്ക് മുത്തശ്ശി, ഇനി ഇവിടെ നിന്നാല് പണി പാളും എന്ന് മനസ്സിലാക്കി എന്നെ ചാർജ് തരാറായി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പൊ അവള് ഷാവോയോട്, എന്താ എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചെന്ന് വിചാരിച്ചോ, എന്നെ ആരെങ്കിലും തൊട്ടാലും അപ്പൊ ചോദിക്കാനൊക്കെ ആളുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവൾ അവനിക്ക് ഒരു കിസ് കൊടുക്കുന്നു. എന്നിട്ട് സാക്ഷി അവനോട്, നീ ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമോന്ന് ഞാൻ തന്നെ നിന്നോട് ചോദിച്ചാണ് എന്നൊക്കെ പറയുന്നു. ആണോ, ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഷാവോ അവളോട് ചോദിക്കുന്നു. അവളും അതെ എന്ന് പറയുമ്പോൾ ആ ഒരു ചാൻസ് ഉപയോഗിച്ച് ഇവന് മനുഷ്യനാണെന്ന് പറയാൻ വരുമ്പോഴേക്കും സാക്ഷി അവനോട്, നീ ഇനി കള്ളൊന്നും എന്നോട് പറയാൻ പാടില്ല, എനിക്ക് കള്ളം പറയുന്നവരെ തീരെ ഇഷ്ടമല്ല എന്ന് ഇവനോട് പറയുന്നു. അത് കേട്ട് അവനെ പറയാൻ വന്ന ആ മൂഡ് അങ്ങ് പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവൾ യഥാർത്ഥത്തിൽ ഒരു റോബോട്ടിനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് അതിപ്പോ സ്വയം ആക്റ്റീവ് ആയിരിക്കുകയാണ്. മാത്രമല്ല സാക്ഷിയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ റോബോട്ടിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ലൊക്കേഷൻ ഫോളോ ചെയ്ത് ഇവനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ നേരെ സാക്ഷിയുടെ വീട്ടിലേക്ക് വന്ന് ഡോറിൽ തട്ടുന്നു. അവൾ ഒന്ന് കഥവ് നോക്കുമ്പോ, എന്റെ യൂസർ നിങ്ങളാണ്, നിങ്ങൾ എന്നെ ആക്റ്റീവ് ചെയ്യാനായിട്ട് ആ റോബോട്ട് ഇവളോട് പറയുന്നു. ഇവളത് കേട്ട് ആകെ വരുന്ന ഇതേത് റോബോട്ടാ എന്ന് ചിന്തിച്ച് അകത്തുള്ള ഇവളുടെ ഒറിജിനൽ റോബോട്ടിനെ വിളിക്കുന്നു. അപ്പൊ ഷാവോ അങ്ങോട്ടേക്ക് വന്ന് ആ റോബോട്ടിനെ കണ്ട് ആകെ ഷോക്ക് ആവുന്നു. എല്ലാം കയ്യിന്ന് പോയി, ഇനിയിപ്പോ ഇവളുടെ മുന്നിൽ എന്ത് പറഞ്ഞാ പിടിച്ചു നിൽക്കാം, ഇനിയിപ്പോ എന്തായാലും സത്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ സത്യം പറയാൻ വരുമ്പോഴേക്കും വീണ്ടും, ഇത് നിങ്ങളുടെ കമ്പനിക്ക് എന്തോ അബദ്ധം പറ്റിയതാ, അഡ്രസ് മാറി വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ സാക്ഷി അവനോട് ചോദിക്കുന്നു. അതിന് അവനും, അതെ അതെ, ഇത് അഡ്രസ് തെറ്റി വന്നത് തന്നെയാ, ഞങ്ങളുടെ കമ്പനിക്ക് ഇപ്പൊ തീരെ ഉത്തരവാദിത്തമില്ല, ഇത് ഞാൻ നോക്കിക്കൊള്ളാം, നീ അകത്ത് പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ഷാവു അവളെ അകത്തേക്ക് പറഞ്ഞയക്കുന്നു. എന്നിട്ട് ഇവൻ അവള് പറഞ്ഞ ആ ഒരു കാര്യം ഓർക്കുന്നു. ഇപ്പോഴെങ്ങാനും ഞാൻ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇവളെന്നെ കഴുത്തിന് പിടിച്ച് വെടിയിൽ തലയാണ്, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പൊ റോബോട്ട് ആണെങ്കിൽ എന്നെ ആക്റ്റീവ് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഷാവോ, മനുഷ്യനെ ഒരു തരത്തിലും മനസ്സമാധാനത്തോട് ജീവിക്കാൻ സമ്മതിക്കല്ലേ എന്ന് പറഞ്ഞ് ആ റോബോട്ടിനെ വലിച്ചെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ആ റോബോട്ട് ആണെങ്കിൽ ഇയാളെ തന്നെ ആക്രമിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അത് ഇവനിക്ക് നേരെ ഫൈറ്റ് ചെയ്യാനായിട്ട് തിരിയുന്നു. നിന്നെ ഉണ്ടാക്കിയ എന്നോട് തന്നെയാണോ നിന്റെ കളിയെന്നും പറഞ്ഞ് ഷാവോ അവന്റെ കഴുത്തിലുള്ള ആ ഒരു ബെൽറ്റിങ് ഊരിയെടുക്കുന്നു. അപ്പൊ തന്നെ ആ ഒരു റോബോട്ട് ഓഫായി വീഴുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവൻ അതിനെ കൊണ്ടുപോയി ഒരു വേസ്റ്റിലും തള്ളുന്നു. എന്നിട്ട് നേരെ അവൻ സാക്ഷിയെ കാണാനായിട്ട് വരുന്നു. നാളെ ഇവൾക്കാണെങ്കിൽ ചെറിയൊരു ഡിസൈനിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇവളെ തിളങ്ങി നിൽക്കാനായിട്ട് അവനിപ്പോ കുറച്ച് ക്രീമൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഇത് നീ നാളെ ഇട്ടിട്ട് പോവാണെങ്കിൽ നീ തന്നെ ആ കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന് പറഞ്ഞ് ഇവൻ തന്നെ ആ ഒരു ക്രീമൊക്കെ അവൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവൻ അവൾക്ക് കുടിക്കാനായിട്ട് വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ സാക്ഷി അറിയാതെ ഇവന്റെ കയ്യിൽ ടച്ച് ചെയ്യുന്നു. അപ്പൊ അവൾക്ക് എന്തോ പോലെ ഫീൽ ആയിട്ട് അവൾ അവനെ പെട്ടെന്ന് കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്നു.
പക്ഷെ പെട്ടെന്നാണ് ഇത് റോബോട്ടല്ലേ, താൻ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവള് പിന്മാറുന്നു. കയ്യിലുണ്ടായിരുന്ന വെള്ളവും അവന്റെ ദേഹത്തേക്ക് വീഴുന്നു. അപ്പൊ അവൾ അങ്ങ് നല്ലതുപോലെ പേടിക്കുന്നു. കാരണം റോബോട്ടിന്റെ ദേഹത്ത് വെള്ളമൊക്കെ വീണാലെ നശിച്ചു പോകുമോ എന്നായിരുന്നു അവളുടെ പേടി. അപ്പൊ ഇവൻ അവളുടെ കൈ പിടിച്ചിട്ട് നീ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല, നിനക്ക് എന്റെ ഹേർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളുടെ കൈ അവന്റെ നെഞ്ചത്ത് കൊണ്ടുവെക്കുന്നു. ഇവൾക്കപ്പോ എന്തോ പോലെ വീണ്ടും സ്ട്രേഞ്ച് ആയിട്ട് അവനോട് ഫീൽ ആവുന്നു. അതായത് ഒരു ഹ്യൂമനോട് തോന്നുന്ന ഫീലിംഗ്സ് ഒക്കെ ഇവനോട് തോന്നുന്നു. അപ്പൊ ഉടനെ തന്നെ ഇവള് അവനെ കളഞ്ഞിട്ട് അവളുടെ റൂമിലേക്ക് കയറി ഓടും. എന്നിട്ട് ഇവള് നേരെ അകത്ത് വന്ന് അത് വേറെ ഒരു മെഷീനാ, നീ അതിന്റെ കൂടെ ഒരിക്കലും പ്രണയത്തിലൊന്നും ആവരുത്, നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ അവളോട് തന്നെ പറയുന്നു. അപ്പൊ ഇവനാണെങ്കിൽ കറക്റ്റ് സമയം നോക്കി എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അവളോട് പറയണം എന്ന് തീരുമാനിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് സാഷിയും ഷാവോയും എത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഷാവോയെ കണ്ട് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാഷി അത് കണ്ട് ദേ നോക്ക്, പെണ്ണുങ്ങളെല്ലാം നിന്നെ തന്നെയാ നോക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ഷാവോ ആണെങ്കിൽ ഉടനെ തന്നെ ഇവളുടെ കൈ ടൈറ്റായി പിടിച്ച് ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ട് ആ പെണ്ണുങ്ങള് ഓ ആ പെണ്ണ് എന്തൊരു ലക്കിയാ, ഷൻ ഗ്രൂപ്പിന്റെ സിയോയാണ് അവളെ സ്നേഹിക്കുന്നത്, അവൻ എത്ര കെയറിംഗ് ആയിട്ട് അവളെ കൊണ്ടു നടക്കുന്നത്, അവളുടെയൊക്കെ ഭാഗ്യം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പെണ്ണ് കേൾക്കുന്നു. അവളാണെങ്കിൽ സാഷിയോടൊപ്പം സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അവളുടെ പേര് ഷിയ. ഇവൾക്ക് എങ്ങനെയാ ഇത്രയും വലിയ കോടീശ്വരനെ കിട്ടിയത്? അതെന്തായാലും നേരെ ചൊവ്വയൊന്നും ആയിരിക്കില്ല, ഇവൾ എന്നെക്കാളും പാവപ്പെട്ടവള, അതിനുള്ള ക്വാളിറ്റി ഒന്നും അവൾക്കില്ല, എന്തായാലും എനിക്ക് തന്നെ അവനെ വേണം എന്ന് പറഞ്ഞ് അവൾ ഓരോന്ന് കണക്ക് കൂട്ടുന്നു. അപ്പൊ ഷാവോയാണെങ്കിൽ സാഷി എടുത്ത് മാസ്റ്റർ നിങ്ങൾക്ക് കഴിക്കാൻ ഞാൻ കേക്ക് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറുന്നു. അപ്പോഴേക്കും ഷിയ ഇങ്ങോട്ടേക്ക് വന്ന് സാഷി എടുത്ത് നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ എനിക്ക് തരുമോ, ഞാൻ നിനക്ക് 10 മില്യൺ തരാമെന്ന് പറയുന്നു. അപ്പൊ സാഷി ആണെങ്കിൽ ഞാൻ ആ റോബോട്ടിനെ വെറും 2 മില്യൺ കൊടുത്താണ് വാങ്ങിയത്, ഇതിപ്പോ എനിക്ക് ലാഭമായല്ലോ എന്ന് പറഞ്ഞ് അവളിൽ നിന്ന് ആ ഒരു കാർഡ് വാങ്ങുന്നു. അപ്പൊ നിന്റെ ബോയ് ഫ്രണ്ട് എനിക്കുള്ളതല്ലേ എന്ന് ഷിയ സാഷി എടുത്ത് ചോദിക്കുന്നു. അവള് നീ എടുത്തോ എന്ന് പറയുന്നു. അപ്പൊ അതും കേട്ട് ആ പെണ്ണ് കൊഞ്ചാനായിട്ട് ഷാവോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അവനാണെങ്കിൽ അവളെ കണ്ട ഭാവം പോലും കാണിക്കാതെ നേരെ സാഷിയുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പൊ സാഷി ഷിയ എടുത്ത് കണ്ടില്ലേ, നീ എത്ര പൈസ വന്നാലും എന്റെ റോബോട്ട് എന്റെ അടുത്തേ നിൽക്കൂ, അപ്പൊ പിന്നെ നിനക്ക് തരാൻ പറ്റില്ല, എന്തായാലും നീ എനിക്ക് പൈസ തന്നതല്ലേ, അത് വെച്ച് ഞാൻ എന്റെ ബിസിനസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സാഷി ഷിയെ ഇൻസൾട്ട് ചെയ്യുന്നു. എടി കള്ളി, നീ ഒരു റോബോട്ടിനെയാണോ എനിക്ക് വിൽക്കാൻ നോക്കിയത്? നീ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നത് എനിക്കൊന്ന് കാണണം, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഷിയ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആവുന്നു. ഫസ്റ്റ് വർക്ക് കാണിക്കേണ്ടത് സാഷിയാണ്. അവളുടെ വർക്ക് കാണിക്കാൻ നോക്കുമ്പോഴേക്കും അതിലുള്ള ഡിസൈൻ ഒന്നും തന്നെ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. കാരണം ഷിയ അതിൽ എന്തോ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് അവിടെയുള്ളവരൊക്കെ ഈ പെണ്ണ് എന്തായി കാണിക്കുന്നേ, ഒന്നും ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് സംസാരിക്കുന്നു. അപ്പോഴേക്കും ഷിയ അങ്ങോട്ടേക്ക് വന്ന് നിന്റെ സമയം കഴിഞ്ഞു, ഇനി ഞാൻ എന്റെ വർക്ക് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ വർക്ക് കാണിക്കുന്നു. അത് കണ്ട് സാഷി ആകെ ഷോക്ക് ആവുന്നു. കാരണം ആ വർക്ക് സാഷിയുടേതാണ്. ഇത് എന്റെ വർക്കല്ലേ, അത് നിനക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന് സാഷി അവളോട് ചോദിക്കുന്നു. നിന്റെ വർക്കോ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ഷിയ സാഷി എടുത്ത് ചോദിക്കുന്നു. അപ്പോഴേക്കും ഇതെല്ലാം കണ്ട് ഷാവോ തെളിവുണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളുടെ ലാപ്ടോപ്പ് എടുത്ത് സ്റ്റേജിലേക്ക് വന്ന് അത് പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ അത് കണ്ട് ഷിയ ഇവനൊരു റോബോട്ട് അല്ലേ, ഇവന് കൂടി പോയി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നല്ല അഹങ്കാരത്തിൽ നിൽക്കാണ്. പക്ഷെ ഷാവോ ആണെങ്കിൽ സാഷി അതിൽ ചെയ്തു വെച്ചിരുന്ന റെഫറൻസും മറ്റുമൊക്കെ കാണിച്ച് ഇവളുടേതാണ് ആ വർക്ക് എന്ന് എല്ലാവരുടെയും മുന്നിൽ പ്രൂവ് ചെയ്യുന്നു. ഉടനെ തന്നെ സത്യം എല്ലാവർക്കും മനസ്സിലായി, സാഷിയാണ് ആ ഒരു കോമ്പറ്റീഷനിൽ വിജയിച്ചതെന്ന് അനൗൺസ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ട് ഷിയ ആകെ കളിപ്പിലാവുന്നു. ഇവനൊരു റോബോട്ട് അല്ലേ, ഇതൊക്കെ ഇവനെങ്ങനെ കണ്ടുപിടിച്ചത് എന്നൊക്കെ അവള് ചിന്തിക്കുന്നു. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് ഇവര് വെളിയിലേക്ക് വരുമ്പോ ഷാവോ സാഷി എടുത്ത് എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. എന്താ കാര്യം എന്ന് സാഷി അവനോട് ചോദിക്കുന്നു. അവനൊരു റോബോട്ട് അല്ല, താനൊരു മനുഷ്യനാണ് എന്ന കാര്യം പറയാൻ വരുമ്പോഴേക്കും ഷിയ അങ്ങോട്ടേക്ക് വന്ന് സാഷിയെ പിടിച്ച് അവിടെയുള്ള പൂളിലേക്ക് തള്ളിയിടുന്നു. സാഷിക്കാണെങ്കിൽ നീന്തൽ അറിയാത്തത് കൊണ്ട് തന്നെ അവള് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്നു. ഉടനെ തന്നെ ഷാവോ അത് കണ്ട് അവളെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അവിടെ വെച്ച് അവൻ അവളെ കിസ് ചെയ്യുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇവൻ അവളെ പ്രപ്പോസ് ചെയ്തതും അവനെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഇവളുടെ മൈൻഡിലേക്ക് വരുന്നു. അതിനുശേഷം അവൻ അവളെയും കൂട്ടി കരയിലേക്ക് വരുന്നു. നിനക്ക് എന്തെങ്കിലും പറ്റോ, നിന്നെ കമ്പനിയിൽ നിന്ന് ആളെ വിളിക്കണോ, നീ ഇപ്പൊ ഓഫ് ആവൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് നീലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സാഷി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നു. അപ്പൊ ഷിയ അത് കേട്ട് ഇതൊരു റോബോട്ട് അല്ലേ, നീ അതിനെ ഇത്രയ്ക്ക് ഓവർ ആക്കുന്ന എന്തിനാ, കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ ഇത് ഓഫ് ആയിക്കോളും എന്നൊക്കെ പറയുന്നു. അതും കൂടി കേട്ട് സാഷി നല്ലതുപോലെ പിടിച്ച് അവള് ഭയങ്കര ടെൻഷൻ ആവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്കും മാസായി നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. എന്നിട്ട് ഷിയരെടുത്ത് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഷൻ ഗ്രൂപ്പിന്റെ മരുമകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും, സാഷി എന്റെ പേരക്കുട്ടിയുടെ ഗേൾഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. പക്ഷെ അതെല്ലാം കേട്ട് സാഷി ആകെ ഷോക്കായി നിൽക്കാണ്. അപ്പൊ ഷിയയാണെങ്കിൽ ശരിക്കും നിങ്ങൾ തന്നെയാണോ ഷൻ ഗ്രൂപ്പിന്റെ സിയോ, അപ്പൊ നിങ്ങളാണോ ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷാവോ എടുത്ത് ചോദിക്കുന്നു. അപ്പൊ മുത്തശ്ശി ഉടനെ അതെ, ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്റെ കൊച്ചുമകനാണ്, നീ ഇപ്പോ ഞങ്ങളുടെ മരുമകളെയാണ് കൊല്ലാനായി ശ്രമിച്ചത്, അതുകൊണ്ട് നിന്നെ ഞങ്ങളെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കാണെന്ന് പറഞ്ഞ് അവരുടെ ബോഡി ഗാർഡ്സ് ഇവളെ അവിടെ നിന്ന് തൂക്കിക്കൊണ്ടു പോകുന്നു. പക്ഷെ ഇതെല്ലാം കേട്ട് സാഷി ആകെ സങ്കടത്തിലാവുന്നു. കാരണം ഇത്രയും നാള് ഇവൻ അവളോട് കള്ളം പറഞ്ഞായിരുന്നല്ലോ ഇവളോടൊപ്പം താമസിച്ചത്, അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് ഞാൻ എന്തൊരു വീഡിയാ, എല്ലാരും പറയുന്നത് ഞാൻ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോ ഷാവോ പെട്ടെന്ന് അവളെ തടഞ്ഞു നിർത്തിയിട്ട് നീ ഞാൻ
പറയുന്നത് ഒരു നിമിഷം ഒന്ന് കേൾക്കുക. എന്റെ മുത്തശ്ശി എന്നോട് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാനായിട്ട് പറഞ്ഞ് ഫോഴ്സ് ചെയ്തപ്പോ എനിക്കെതിരെ താല്പര്യമില്ലാത്തത് കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ അന്ന് പെട്ടെന്ന് ഒരു റോബോട്ടിന്റെ ബോക്സിൽ കയറി ഒളിക്കായിരുന്നു. പക്ഷെ ആ ഒരു ബോക്സ് നേരെ വന്നെത്തിയത് നിന്റെ വീട്ടിലേക്കും. ഓരോ നിമിഷവും ഞാൻ നിന്നോട് ആ സത്യം പറയാനായിട്ട് തന്നെയാ വന്നത്. പക്ഷെ നിന്നെ വിട്ടു പോകാൻ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാ, സമ്മതിക്കുന്നു. പക്ഷെ നീ എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ ഷാവു അവളോട് പറയുന്നു. പക്ഷെ സാക്ഷി അവനോട് ഇനിയും ഞാൻ നിന്നെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോ ഷാവു ഉടനെ ഞാൻ നിന്നെ ഇത്രയും നാളും പറ്റിക്കായിരുന്നു. പക്ഷെ നിനക്ക് ഞാൻ ഇനി തരാൻ പോകുന്ന വാക്ക് സത്യമാണെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അത് നിനക്ക് എന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് ഇവൻ അവന്റെ നെഞ്ചിൽ വെക്കുന്നു. ഈ ഹാർട്ട് ബീറ്റ് എത്ര റിയൽ ആണോ അതേപോലെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിച്ച് എന്നെ സ്വീകരിക്കുമെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അപ്പൊ സാക്ഷി പെട്ടെന്ന് അവന്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് ശരി, നമുക്കിതെല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങാം. എന്റെ പേര് സാക്ഷി എന്ന് പറഞ്ഞ് അവനിക്ക് നേരെ കൈ നീട്ടുന്നു. അപ്പൊ അവനും എന്റെ പേര് ഷാവോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനവള് അതെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവര് ഹഗ് ചെയ്യുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങില് ഈ ഡ്രാമ അവസാനിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.